ഇങ്ങനെയൊക്കെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ നമുക്ക് പഠിക്കാം. അതിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല മെത്തേഡ്സ് ഉണ്ട്. അനാറ്റമിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ്, ഫിസിയോളജിക്കൽ മെത്തേഡ്സ്, ക്ലിനിക്കൽ മെത്തേഡ്സ്, പാത്തോളജിക്കൽ മെത്തേഡ്സ്, ബയോകെമിക്കൽ മെത്തേഡ്സ്. ഇതിപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, അതായത് മൊത്തത്തിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു എൻഡോക്രൈനോളജിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമ്മളിപ്പോൾ ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പഠിക്കുന്നത്, എന്താണ് അതിൻ്റെ മെത്തേഡ്സ് എന്നൊക്കെ നമ്മൾ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും വരുന്നത് അനാറ്റമിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ്, ഫിസിയോളജിക്കൽ മെത്തേഡ്സ്, ക്ലിനിക്കൽ മെത്തേഡ്സ്, പാത്തോളജിക്കൽ മെത്തേഡ്സ്, ബയോകെമിക്കൽ മെത്തേഡ്സ്. അതിൽ ഒന്നാമത്തത് അനാറ്റമിക്കൽ ആൻഡ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ്. അനാറ്റമിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അനാറ്റമി വെച്ചിട്ട്, അതേപോലെ സെൽസ്, ടിഷ്യൂ സെൽസ്, ഇതൊക്കെ വെച്ചിട്ട് ഉള്ള പഠനമാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡെക്ലെസ് ഗ്ലാൻസ് ആണ് ഇവ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ ഈ ഒരു ഓർഗൻ, ഒരു ഗ്ലാൻഡുലാർ സ്ട്രക്ചർ ഹിസ്റ്റോളജിയിൽ ഒരു ഓർഗന് ഉണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ഡെക്ലെസ് ഗ്ലാൻസ് ആണ്. പിന്നെ അതേപോലെ അത് ഗ്ലാൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്ലാൻഡ് ഹൈലി വാസ്കുലാർ ആണ്. കാരണം ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് ബ്ലഡ് സ്ട്രീമിലേക്കാണ്. അപ്പോൾ ഇത് വാസ്കുലാർ ആണ് അല്ലേ, ഒരു ബ്ലഡ് വെസൽസിലേക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു കാപ്പിലറി എൻഡോത്തീലിയത്തിലേക്ക് എന്നുവെച്ചാൽ ഫെനസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാപ്പിലറി എൻഡോത്തീലിയത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് അത് ബ്ലഡ് സ്ട്രീമിലൂടെ എന്താ പറയുക എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് ഫെനസ്ട്രേഷനിലൂടെയൊക്കെ ഫെനസ്ട്രേഷനിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, അത് ശേഖരിച്ചിട്ട് അതിലുള്ള ഹോർമോൺസിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടില്ലേ, ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഹോർമോണൽ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നില്ലേ, ബ്ലഡ് ടെസ്റ്റുകളും അങ്ങനെയുള്ളതൊക്കെ ചെയ്യാറില്ലേ. അതേപോലെ തന്നെ ആ ഒരു മെത്തേഡിലൂടെയാണ് നമുക്ക് ഫസ്റ്റത്തെ പറഞ്ഞ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഫിസിയോളജിക്കൽ മെത്തേഡ്സ് ആണ്. ഫിസിയോളജിക്കൽ മെത്തേഡ്സിൽ പ്രധാനമായിട്ടും അബ്ലേഷൻ മെത്തേഡ് ഉണ്ട്, റീപ്ലേസ്മെൻ്റ് ഉണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട്. അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്തെ എന്താ പറയുക റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലാൻഡിനെ അബ്ലേഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു ഗ്ലാൻഡിനെ, എൻഡോക്രൈൻ ഗ്ലാൻഡിനെ നമ്മൾ അബ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ, അതായത് എന്ത് ഫങ്ഷൻസൊക്കെയാണ് അവിടെ എന്താ പറയുക ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, എന്താണ് ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് എന്താണ് ചേഞ്ചസ് എന്നൊക്കെ വെച്ചിട്ടാണ് അവിടെ പഠിക്കുന്നത്. രണ്ടാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആണ്. റീപ്ലേസ്മെൻറ്റ് ഒരു ഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡിൻ്റെ ഒറിജിനൽ ഫങ്ഷനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ സ്റ്റഡീസാണ്. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാൻഡിനെ ഒരു നോർമൽ അനിമൽ, വേറെ ഏതെങ്കിലും ഒരു നോർമലായിട്ടുള്ള ഒരു അനിമൽസിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാൻഡിനെ അതിൻ്റെ എന്താ പറയുക റീപ്ലേസ്മെൻറ്റ് ഓഫ് ഗ്ലാൻഡ്സ് വിൽ റീസ്റ്റോർ ദ ഒറിജിനൽ ഫങ്ഷൻ. അതായത് അതിനെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ അവിടുന്ന് എടുത്ത് റീപ്ലേസ് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ ഫങ്ഷൻ എന്താണോ അത് മനസ്സിലാക്കാൻ പറ്റും, അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞാൽ വേറൊരു മൃഗത്തിനെ അല്ലെങ്കിൽ വേറൊരു അനിമലിലേക്ക്, നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു അനിമലിലേക്ക് ഈ ഒരു ഗ്ലാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഏത് ഹോർമോൺസിൻ്റെ എക്സസ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്, അതിൻ്റെ സിംറ്റംസ് ആണ് വരുന്നത് എന്നൊക്കെ പഠിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ക്ലിനിക്കൽ മെത്തേഡ്സ് ആണ്. ക്ലിനിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പം ക്ലിനിക്കൽ സിൻഡ്രോംസ് ഉണ്ടാകും. അതായത് ക്ലിനിക്കൽ സിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. ഒരുപാട് ലക്ഷണങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ സിൻഡ്രോംസ് ഉണ്ടാകുന്നത് ഒന്നുകിൽ ഒരു ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹോർമോണിൻ്റെ എക്സസ് കൊണ്ട്, കൂടുതലായിട്ടുണ്ടാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ കുറവായിട്ടുണ്ടാകുന്നത് കൊണ്ട്, അങ്ങനെയുള്ള ക്ലിനിക്കൽ സിൻഡ്രോംസ് ഉണ്ടാകും. അപ്പോൾ അതേപോലെ നമ്മൾ പറയാറുണ്ട് ഡയബറ്റിക്സ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ സിൻഡ്രോംസ് വരാറുണ്ട് ഡയബറ്റിക്സിൻ്റെയൊക്കെ. അപ്പം ആ ഒരു സിൻഡ്രോംസ് വരുമ്പോൾ അത് നമ്മളെ ഒരു ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എക്സസ് ആണ് എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നത് പാത്തോളജിക്കൽ മെത്തേഡ്സ് ആണ്. പാത്തോളജിക്കൽ മെത്തേഡ്സിൽ ഓട്ടോപ്സി ഒക്കെയാണ്. ഓട്ടോപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്
പോസ്റ്റ്മോർട്ടത്തിൻ്റെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ ഗ്ലാൻഡ് നമ്മൾ അതിൻ്റെ ഡയഗ്നോസും കൺഫേമൊക്കെ ചെയ്യാനുള്ള ആ ഒരു കാര്യം നമ്മൾ ആ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് ആൾ ഡെത്ത് സംഭവിച്ചത്, അല്ലെങ്കിൽ ആൾക്ക് എന്താ ഒരു സിംറ്റംസ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഓട്ടോപ്സിയുടെ ടൈമിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പത്തോളജിക്കൽ മെത്തേഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബയോകെമിക്കൽ മെത്തേഡ്സ് ആണ്. ബയോകെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോടെക്നോളജി വെച്ചിട്ടുള്ള ഓരോരോ മെത്തേഡ്സ്, അതായത് ഐസൊലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ, ക്യാരക്ടറൈസേഷൻ ഓഫ് ഹോർമോൺസിനെ ക്യാരക്ടറൈസ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോടെക്നോളജിക്കൽ മെത്തേഡ്സാണ്. ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും ഹോർമോൺസ്, അതായത് നമുക്കറിയാം ബയോടെക്നോളജി എന്ന് പറഞ്ഞ് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു മെത്തേഡ് ബയോകെമിക്കൽ മെത്തേഡ്സ് ആയിട്ട് സ്റ്റീറോയിഡ് ഹോർമോൺസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയാറില്ല ഹോർമോൺസിനെ കുത്തിവെക്കുക, ഇൻസുലിനൊക്കെ നമ്മൾ കുത്തിവെക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഹോർമോൺസാണ്. ഈ ഹോർമോൺസിനെ ഉണ്ടാക്കുന്നത് ബയോകെമിക്കൽ മെത്തേഡ്സ് വഴി സ്റ്റീറോയിഡ് ഹോർമോൺസ് പോലെയുള്ള ഹോർമോൺസിനെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹോർമോൺസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും ഹൈപ്പോതലാമസ്, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പൈനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്, അഡ്രിനൽ കോർട്ടെക്സ് ആൻഡ് മെഡുല്ല, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഓഫ് പാൻക്രിയാസ്, കിഡ്നിയിൽ തന്നെ ജെക്സ്റ്റഗ്ലോമറുലാർ സെൽസ്, തൈമസ്, ഓവറി ആൻഡ് ടെസ്റ്റിസ്, പ്ലാസൻഡ, ഹാർട്ട്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും ഒരു 12ഓളം എന്തുണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഓക്കെ, അതേപോലെ ഗ്ലാൻഡ്സ് അല്ലാതെ തന്നെ നമ്പർ ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ശരിക്കും നോൺ എൻഡോക്രൈൻ ആണ്. എൻഡോക്രൈൻ ഫംഗ്ഷൻ അല്ല അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ. എന്നിരുന്നാലും ഇത് ഹോർമോൺസിനെ, സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റ് സെൽസിൽ, ഒരു അടുത്തുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സെൽസിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോക്രൈൻ ഫംഗ്ഷൻ അല്ല. പക്ഷേ അവ ഈ സെൽസോ അല്ലെങ്കിൽ ടിഷ്യൂസൊക്കെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അത് ഏതൊക്കെ സെൽസാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും റീനൽ സെൽസിലെ എറിത്രോപ്രോട്ടീനിനാണ് അതിൻ്റെ ആ ഒരു സെക്രീഷൻ. അതേപോലെ ആട്രിയൽ സെൽസിലെ ആട്രിയൽ നാട്രി യൂററ്റിക് പെപ്റ്റൈഡ് ANP. പിന്നെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെൽസിലെ APUD സെൽസ്, അതായത് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സെൽസിലെ APUD സെൽസ് സെക്രീറ്റിൻ ഗാസ്ട്രിൻ കോളിസൈറ്റോകൈനിൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻഡോതീലിയൽ സെൽസിൻ്റെ എൻഡോതീലിൻ NO, പിന്നെ ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, മാക്രോഫേജസിലെ ഇൻ്റർലൂക്കിൻസ്, ഇൻ്റർഫെറോൺ, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ. പ്ലേറ്റ്ലെറ്റ്സിലും അതേപോലെ മീസെൻകൈമൽ സെൽസിലും ഗ്രോത്ത് ഫാക്ടർ, ഇൻറ്റഗ്രിൻസ്, അനക്സിൻ. പിന്നെ അഡിപ്പോ സെൽസിൽ ലെപ്റ്റിൻ ആൻഡ് റെസിസ്റ്റിൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന നമ്മുടെ എൻഡോക്രൈൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്. അതിൻ്റെ പ്രൈമറി ഫങ്ഷൻ അതല്ലെങ്കിൽ കൂടെ അത് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഫിസിക്കൽ ആക്ഷൻ്റെ ബേസിൽ ഹോർമോൺസിനെ രണ്ടായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ട്രിഗറിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഹോർമോൺസ്. 2 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട് ഫിസിക്കൽ ആക്ഷൻ്റെ ബേസിൽ, ട്രിഗറിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ഹോർമോൺസ്. ട്രിഗറിങ് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ട്രിഗറിങ് ഹോർമോൺസ്. അതിന് എക്സാമ്പിളാണ് ഹൈപ്പോതലാമിക് ഹോർമോൺസ്. ഓക്കെ, ഹൈപ്പോതലാമസിലെ ഹോർമോൺസ് ഹൈപ്പോതലാമസിൻ്റെ അല്ല, വേറെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ ഹോർമോൺസിനെ പോയിട്ട്, അതിൻ്റെ ആക്ടിവിറ്റീസിനെ പോയിട്ട് ആ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റീസിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ട്രിഗറിങ് ഹോർമോൺസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺസ്. രണ്ടാമത്തത് പറഞ്ഞാൽ എക്സിക്യൂട്ടിംഗ് ഹോർമോൺസാണ്. എക്സിക്യൂട്ടിംഗ് ഹോർമോൺസിന് ഒരു ഡയറക്റ്റ് എഫക്റ്റാണ് ഉള്ളത് നമ്മുടെ ഓർഗാനിസത്തിലെ അതിൻ്റെ ബേസിക് ഫങ്ഷൻസിൽ പോയിട്ട് ഡയറക്റ്റ് എഫക്റ്റാണ് ഉള്ളത്. അതായത് ഗ്രോത്ത്, മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ, അഡാപ്റ്റേഷൻ പോലെയുള്ള ഫങ്ഷൻസ് നേരിട്ട് പോയിട്ട്, അതായത് ഏതാണോ ഇപ്പോൾ ഹൈപ്പോതലാമസ് വേറൊരു ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല, ആ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട ഹോർമോൺ എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വന്തം ആക്ഷനാണ്. അത് നേരെ പോയിട്ട് അത് നമ്മുടെ ബേസിക് ഫങ്ഷൻസിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. വേറെ ഒരു ഹോർമോണിനെ പോയിട്ട് ഇതാക്കി സ്റ്റിമുലേറ്റ് ചെയ്യുകയൊന്നും അല്ല ചെയ്യുന്നത്. ആ ബോഡിയിലുള്ള ആ ഒരു ഫങ്ഷന് നേരിട്ട് പോയിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എക്സിക്യൂട്ടിംഗ് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ ഹോർമോൺസുകൾ ഉണ്ടാവില്ല. ഹൈപ്പോതലാമസ് പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെയൊക്കെ ഹോർമോൺസൊക്കെ അതിൽ വരുന്ന എക്സാമ്പിൾസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ടോപ്പിക്കായിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ മാത്രമുണ്ട്. അല്ലാത്ത രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. പക്ഷെ അത് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അത് എപ്പോഴെന്താ ചോദിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും നിങ്ങളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും, പിന്നെ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്തുകൊണ്ടാണ് ആ പേര് കിട്ടിയത്, ടാർഗറ്റ് സെൽ എന്താണ്, സോഴ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ.